അപ്പോൾ അവിടെ കൈക്കുഞ്ഞുമായിട്ട് ഒരു സഹോദരി നിൽക്കുന്നു. ഉറപ്പായിട്ട് ഇത്തവണ ചാത്തന്നൂർ BJP പ്രത്യേക പുതിയ സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നൊരു കുറവായിട്ട് തോന്നുന്നു. ഞാൻ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ്റെ ചുമതല എനിക്കായിരുന്നു. MLA ആയാലും ആരായാലും അതിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റമില്ല. ഭാര്യ സീജ അതിനോട് സഹകരിച്ചു പോയുള്ള കൂട്ടത്തിലാണ്. ഇടക്കാലത്ത് ഇപ്പോൾ സിനിമ കണക്കായിരുന്നു. മുമ്പ് ഏറ്റവും സിനിമയും നാടകവും കാണുന്നതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടക്കുന്നില്ല. തിരക്കിനിടയിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സാറിനൊരു ഗുരുവായിട്ടുള്ളത് ആരാണ്? വ്യക്തിബന്ധമായി നിൽക്കും. രാഷ്ട്രീയാശയമായിട്ട് സംസ്ഥാനത്ത് BJP 10,000 വോട്ട് വർദ്ധിപ്പിച്ച ഏക നിയമസഭാ മണ്ഡലത്താണ്. ആ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റി. ദേവരാനെതിരെ UDF-കാർ പോസ്റ്റ് ഒട്ടിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം. സ്വന്തം തട്ടകത്തിൽ വോട്ടുറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമൊക്കെ. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിയോജകമണ്ഡലം. ഇവിടെ BJPക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. കാരണം കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്താണ് BJP ഉണ്ടായിരുന്നത്. ഇത്തവണയും BJPക്ക് സ്ഥാനാർത്ഥിയാകുന്നത് BJP നേതാവും സ്കൂൾ അധ്യാപകനും പ്രിൻസിപ്പളും ഒക്കെയായ BB ഗോപകുമാറാണ്. അദ്ദേഹം നമുക്കിപ്പമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. 2 തവണ വിജയത്തോട് അടുത്ത് വന്നൊരു മണ്ഡലമാണ്. ഇത്തവണ ചാത്തന്നൂർ പിടിക്കും? ഉറപ്പായിട്ട് ഇത്തവണ ചാത്തന്നൂർ BJP NDA സഖ്യം പിടിച്ചിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ രംഗങ്ങളിലെയും ആൾക്കാർ. കാര്യം 2016-ലും 2021-ലും 2ാം സ്ഥാനത്തെത്തിയൊരു മണ്ഡലം. മൂന്നാമത് ഞാൻ മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലക്കാരല്ല. ഈ മണ്ഡലക്കാർ തന്നെ MLA ആകണം എന്ന്, ജനപ്രതിയാകണം എന്ന് രീതിയിൽ ചിന്തിക്കുന്നവർ. വലിയ തോതിലുള്ള പിന്തുണയാണ് എൻ്റെ ഒരാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ലഭിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഉറപ്പായിട്ടും വിജയം ചാത്തന്നൂർ പിടിക്കും എന്നുള്ളതാണ്. ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ആ ഒരു സ്കൂൾ അധ്യാപക ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്നൊരു തോന്നൽ? അല്ല, ഞാൻ MAക്ക് പഠിക്കുമ്പോൾ തന്നെ ട്യൂട്ടോറിയൽ അധ്യാപകനായി തുടങ്ങിയതാണ്. അതിനുശേഷമാണ് ചെമ്പഴന്തി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ അധ്യാപകനായി പ്രവേശിക്കുന്നത്. 2003-ൽ ചാത്തന്നൂർ SN ട്രസ്റ്റ് സ്കൂൾ സ്ഥാപിതമാകും. ചാത്തന്നൂർ SN കോളേജിൽ നിന്ന് പ്രീ-ഡിഗ്രി ഡീലിങ്ക് ചെയ്തതിൻ്റെ പകരമായിട്ടാണ് ഈ സ്കൂൾ അനുവദിക്കുന്നത്. അന്ന് മുതൽ 2003 മുതൽ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ്റെ ചുമതല എനിക്കായിരുന്നു. പിന്നീട് ഹയർ സെക്കൻഡറി അനുവദിക്കുമ്പോഴും ഹയർ സെക്കൻഡറിയുടെയും പ്രഥമ അധ്യാപകൻ്റെ ചുമതല എനിക്കായിരുന്നു. 2003 വരെയും പ്രഥമാധ്യാപകനായിട്ട് ഈ സ്കൂളിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. വളരെ വിപുലമായ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം വിദ്യാർത്ഥികളുമായിട്ടും രക്ഷകർത്താക്കളുമായിട്ടുമൊക്കെ ഉണ്ട്. മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖല അധ്യാപക ജീവിതമാണ്. നമ്മുടെ അധ്യാപക ജീവിതത്തോട് പരമാവധി ആത്മാർത്ഥത പുലർത്താനും നീതി പുലർത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. വിലയിരുത്തപ്പെടേണ്ടത് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം അതിനുള്ള രീതിയിലുള്ള ഒരു പ്രതികരണവും 2 ഭാഗത്തു നിന്നും, രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ട്. ഒരനുഭവം. ഞാൻ 2016-ൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കും. വേണമാനൂരിലെ സ്വീകരണ പരിപാടി കഴിഞ്ഞാണ്ട് കിഴക്കനയിലേക്ക് പോകും. ഞാൻ തുടക്കത്തിൽ കിഴക്കനയിലെ വിദ്യാനികേതൻ എന്ന് പറഞ്ഞ ട്യൂട്ടറിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഏതാണ്ട് 89 ഞാൻ MAക്ക് പഠിക്കുന്ന കാലഘട്ടം. 91-ൽ MA കഴിയും. അപ്പോൾ അവിടെ കൈക്കുഞ്ഞുമായിട്ട് ഒരു സഹോദരി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് വർഷമായി പഠിപ്പിച്ചിട്ട് അപ്പോൾ പ്രധാനപ്പെട്ട സ്വീകരണ സ്ഥലമൊക്കെ കഴിഞ്ഞു ഒരിടത്ത് നിന്ന് കൈ കാണിക്കുക. വണ്ടി നിർത്തും. ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തും. ആ കൈക്കുഞ്ഞിനെ കൊണ്ട് 2-3 വയസ്സുള്ള കുഞ്ഞ് കൊണ്ട് എന്നെ കൊണ്ട് മാല ഇടിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? എന്നെ ഇന്ന വർഷം വിദ്യാനികേതനിൽ പഠിപ്പിച്ച സാറ് ട്യൂട്ടറിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാറ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇവിടെ നിന്ന് സ്വീകരിക്കണം. ഞാൻ ഈ പാർട്ടിക്ക് എന്നുള്ള ആളല്ല, ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നയാളുമല്ല. പക്ഷേ എൻ്റെ അധ്യാപകൻ
എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ നിന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ സാറിന് വോട്ട് ചെയ്യണം. അതുകൊണ്ട് വോട്ട് ചെയ്യുക മാത്രമല്ല, സാറ് കടന്നു വരുന്ന വഴിയിൽ നേരിട്ട് വന്ന് സ്വീകരിക്കണം തോന്നിയത് കൊണ്ടാണ് ഒരു സ്വീകരണ സ്ഥലത്തും വരാതെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എന്നെ സ്വീകരിക്കാനായിട്ട് വന്നെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്തനോ. അങ്ങനെ ഒരുപാട് പേർ ഞാൻ വ്യക്തിപരമായി അധ്യാപകർ 2016 ഒരു സംഭവമാണ്. പിന്നീട് 21 മത്സരിക്കുമ്പോഴും അതേപോലെ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ അധ്യാപകൻ എന്ന രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പൊതുരംഗങ്ങളിൽ നിൽക്കുന്നിട്ടുള്ള എന്റെ ചോദ്യം, ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരണമെന്ന് തോന്നിയത് എന്തുകൊണ്ട്? ഞാനത് വിദ്യാർത്ഥിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ഞാൻ 95-2000 ഞാൻ എനിക്ക് ഈ ജന്മനാട്ടിൽ ഞാൻ ജനപ്രതിയായിരുന്നു. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 95-2000 അതായത് പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് ഈ വാർഡിൽ. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന എൻ്റെ സ്വന്തം ജന്മനാട് ഈ മീനാട് വാർഡിൽ നിന്ന് ഞാൻ ജനപ്രതിയായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഒരു സൗമ്യനായ അധ്യാപനം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രസന്റ് രാഷ്ട്രീയത്തിൽ, കർക്കശമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? എൻ്റെ അനുഭവത്തിൽ അത് ഗുണമാണ്. ഞാൻ ആരോടും കയർക്കാനോ ഏറ്റുമുട്ടാനോ ഒന്നും പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു തലക്കനവും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നൊരു കുറവായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉള്ളപ്പോൾ തന്നെ ഇവിടുത്തെ എൻ്റെ മേഖലയിലെ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികളുണ്ട്. ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിച്ചു. അന്ന് എൻ്റെ വളരെ ചെറുപ്പമാണ് പ്രായം. അവരെ എന്നെ എൻ്റെ പ്രസിഡൻ്റാക്കി. ഇഷ്ടിക മേഖലയിൽ പ്രവർത്തിക്കുക എൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടുകാരായിട്ട് ഇടപെടുമ്പോൾ ഞാൻ അവരിൽ ഒരാളാണ്. എൻ്റെ നാട്ടിലെ എൻ്റെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഏതാണ്ട് 21-22 വയസ്സിലുള്ളപ്പോഴേ ഒരു ട്രേഡ് യൂണിയൻ രംഗത്ത് വരിക. അവരെന്നെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തതാണ്. അവർ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ജീവിതാനുഭവം എനിക്കുണ്ട്. ആ ജീവിതാനുഭവത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ കർക്കശം അല്ലെങ്കിൽ മറ്റൊന്നും കാണിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പൊതുപ്രവർത്തനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴും ആ ശൈലിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാൻ പറ്റും. അതെ, സംസാരിക്കാൻ പറ്റും. അതിന് MLA ആയാലും MLA ആയാലും ആരായാലും അതിനകത്ത് ഒരു തരത്തിലുള്ള മാറ്റമില്ല. ഏത് കാര്യത്തിന് എപ്പോഴും വിളിക്കാം, എപ്പോഴും കാണാം. എന്നെ കൊണ്ട് ഒക്കുന്നതൊക്കെ ഞാൻ അതിനകത്ത് ഇടപെടാറുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഈ പല രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ പൊതു ഇടങ്ങളിൽ പോലും വളരെ കർക്കശത്തോടുകൂടി പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അത് സൗമ്യമായി നിൽക്കുന്ന അവരുടെ മനസ്സിൽ നമുക്ക് ഇടം വേണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അവരുടെ മുന്നിൽ നമ്മൾ അവരാണല്ലോ യജമാനന്മാർ. നമ്മളെ നേതാവാക്കുന്ന അവരല്ലേ, നമ്മളെ ജനപ്രതിയാക്കുന്ന അവരല്ലേ. അപ്പോൾ അവരോട് കൂറ് പുലർത്തുക എന്നുള്ളതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അവർ തരുന്ന സ്നേഹം ഇരട്ടിയോടും തിരിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം വേണ്ടത് എന്ന് കരുതുന്ന കൂട്ടത്തിലാണ്. ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അധികാരമാണോ അതോ നമുക്ക് സേവനമായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? സേവനമായിട്ടാണ് കണക്കാക്കേണ്ടത്. സേവനം എന്ന് പറഞ്ഞാൽ ഞാനത് സൂചിപ്പിച്ചു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോടൊപ്പം നിൽക്കാനുമാണ് അവർ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അവർ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, അവരോടൊപ്പം നിൽക്കുക, ആ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തനം വേണ്ടത്. സാർ, ഇനി ഫാമിലിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ഭാര്യ BA ആണ്. 2 മക്കളാണ്. ഒന്ന് ഗൗതം കൃഷ്ണ, ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ PGയുടെ എൻട്രൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. പാസ് ഔട്ട് ആയതേ ഉള്ളൂ. രണ്ടാമത്തെ ആളും BTech മെക്കാനിക്കലാണ്. അതും പാസ് ഔട്ടാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ MLA ആയിട്ട് മത്സരിക്കുക, കഴിഞ്ഞ 2 വർഷം കൂടി മത്സരിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. എൻ്റെ ഭാര്യ സീജ അതിനോട് സഹകരിച്ചു പോയുള്ള കൂട്ടത്തിലാണ്. പൊതുപ്രവർത്തനത്തിലൊന്നുമില്ല, കുടുംബജീവിതത്തിൽ അറിയാലോ. ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിയാവുന്നത്. അപ്പോൾ അത് കണ്ട് ശീലിച്ചതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ഭാര്യ എന്ന രീതിയിൽ പൊതുപ്രവർത്തനത്തിൽ എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഇടപെടാറില്ല. മക്കളും അങ്ങനെയാണ്. അവർക്ക് പൊതുപ്രവർത്തന രംഗത്തോട് വലിയ താല്പര്യം കാണിക്കാറില്ല.
ഞാൻ അതിനെ നിർബന്ധിച്ച് നിങ്ങൾ പൊതുരംഗത്ത് വരണമെന്ന് അവരോട് ഞാൻ പറയാം. അതൊരു ഒരാളുടെ മനസ്സിൻ്റെ തോന്നലാണ്. പൊതുപ്രവർത്തനം ചിലപ്പോൾ എല്ലാവർക്കും ഉള്ള താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. നമ്മൾ നിർബന്ധിച്ച് പൊതുപ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നിട്ട് അത് കാര്യമില്ല. അപ്പം അത് മനസ്സിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് തോന്നേണ്ട ഒരു വികാരമാണ്. ഇപ്പോൾ സാറിനോട് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും സാറ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അധ്യാപന ജീവിതത്തിൽ നിന്നും കിട്ടിയതാണോ അതോ വായന ഏതെങ്കിലും തരത്തിലുള്ള സഹായം എന്താണ്? രണ്ടുമുണ്ട്. അധ്യാപനമാകുമ്പോൾ വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ 2-3 പത്രം വായിക്കും. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ പരമാവധി വായിക്കാനുള്ള ശ്രമവും നടത്തും. അപ്പോൾ അത് നോട്ടായിട്ട് എനിക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് കുറിച്ചിടാറുണ്ട്. ഇന്നും ഏറ്റവും കുറഞ്ഞത് ഒരു 4 പത്രമെങ്കിലും ദിവസം വായിക്കും. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നടക്കുന്നില്ല, തിരക്കിനിടയിൽ പോകുന്നതുകൊണ്ട് പത്രത്തിന് ഹെഡ്ലൈൻ മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ ന്യൂസ് ചർച്ചകൾ ശ്രദ്ധിക്കും. ആ തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ സാറിന് എന്താണ് ആ ഫ്രീ ടൈമിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിനിമ കാണുന്നതാണോ അതോ പാട്ട് കേൾക്കുന്നതാണോ അതോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണോ? അത് ഈ ഇടക്കാലത്ത് ഇപ്പോൾ സിനിമ കാണാൻ മുമ്പ് ഏറ്റവും സിനിമയും നാടകവും കാണുമായിരുന്നു. ഇപ്പോൾ കുറേ വർഷക്കാലങ്ങളായിട്ട് ഇത് രണ്ടും, നാടകം ഇപ്പോൾ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ ഓരോ സംഘടനകൾ മാസത്തിലൊരിക്കൽ നാടകം നടത്തുമായിരുന്നു. ആ പാസ് വെച്ച് ഞാൻ നാടകം കാണാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തില്ല, സിനിമ കാണാൻ താല്പര്യമുള്ള കൂട്ടത്തിൽ 2 സുഹൃത്തുക്കളുടെ ഇത് രണ്ടാമത്തും ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് ഇത് രണ്ടും കാണാൻ ഉള്ള താല്പര്യം ഉണ്ടെങ്കിലും വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ ഇത് കാണുള്ളൂ. ബാക്കി ഒഴിവ് സമയം ഉണ്ടെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന രീതിയാണ് ഇപ്പോൾ കിട്ടുന്ന സമയം. ഈ സിനിമകളിലൊക്കെ എങ്ങനെയാണ് സാറിന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് ഇപ്പോഴത്തെ പുതിയ സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഞാൻ ഈ അടുത്ത കാലത്ത് കാണാറില്ല. അതുകൊണ്ട് പുതിയ സിനിമ ട്രെൻഡ് എന്താണ്, പുതിയ നാടക ട്രെൻഡ് എന്താണെന്ന് പറയാൻ എനിക്ക് ഇപ്പോൾ അറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതൊന്നും വലിയ ബന്ധമില്ല. ഒരു ടേസ്റ്റ് എന്താണ്? ഹ്യൂമറാണോ? ഹ്യൂമറാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം, ഇപ്പം നാടകം ഇല്ലല്ലോ, അതുകൊണ്ട് നാടകം വലുതായിട്ട് ഉള്ള അവസരങ്ങൾ ലഭിക്കേണ്ടത്. പ്രത്യേക സംഘടനകളൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു വേദി സംഘടിപ്പിച്ച് ചെയ്യുന്നു മാത്രമാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സാറിൻ്റെ ഒരു ഗുരുവായിട്ടുള്ളത് ആരാണ്? റോൾ മോഡലായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു റോൾ മോഡല് നിലവിൽ എൻ്റെ മനസ്സിലില്ല. ഒരുപാട് പേരുണ്ട്, വളരെ നല്ല രീതിയിലുള്ള സംഘടനകൾ. ഞാൻ അവരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയം കാണിക്കുന്നവരുണ്ട്, സൗമ്യമായി ഇടപെടുന്നവരുണ്ട്. ഇതിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും അവർക്ക് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു പെരുമാറാൻ അറിയുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിലുള്ള നിരവധി പേര് റോൾ മോഡലായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെങ്കിലും വലിയ ഒരു വ്യക്തിവൈരാഗ്യങ്ങളിലേക്ക് വരെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു എതിർവശത്ത് നിൽക്കുന്നവരായിട്ട് പോലും അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? രാഷ്ട്രീയത്തിൽ നമ്മൾ ആശയപരമായ പോരാട്ടമാണ്. അതൊരിക്കലും വ്യക്തിപരമായുള്ള അകൽച്ചയ്ക്ക് കാരണമാകാറ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും, ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന 5 വർഷക്കാലം ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ട്. അവർ കളിക്കുന്ന സൗഹൃദത്തിൽ നമ്മൾ അതേപോലെ ഇടപാടുണ്ട്. രാഷ്ട്രീയം വരെ വ്യക്തിബന്ധം വേറെ എന്ന് വിചാരിച്ച് ഒരു വ്യക്തിബന്ധത്തിലും നമുക്ക് എപ്പോഴും എതിർക്കേണ്ടത്. ഒരു വ്യക്തിയുടെ മുമ്പിലും നമ്മുടെ രാഷ്ട്രീയ ആദർശം അടിയറ വെച്ചിട്ടുമില്ല. വ്യക്തിബന്ധമായി നിൽക്കും, രാഷ്ട്രീയ ആശയമായി തന്നെ നിലനിൽക്കും. സൗഹൃദങ്ങൾക്കും കുഴപ്പമില്ല. സൗഹൃദവും വ്യക്തിബന്ധവും രാഷ്ട്രീയവും മൂന്നും തന്നെയാണ്. അതിനെ അങ്ങനെ കൊണ്ടുപോകാനും പറ്റണം. ഇപ്പോൾ ഈ ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയ പ്രാതിനിധ്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരു ഘട്ടമായിട്ടാണ് അതിൻ്റെ ഒരു വോട്ട് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ വിജയത്തിനടുത്തേക്ക് വന്ന് എത്തി നിൽക്കുന്നത്. അതിനുള്ളൊരു സാധ്യത എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റൂട്ട് എന്തായിരുന്നു? 2016 ഞാൻ മത്സരിക്കുമ്പോഴാണ് 30,000 വോട്ടിൻ്റെ വർധന വരുന്നത്. 21 സംസ്ഥാനത്ത് BJP 10,000 വോട്ട് വർദ്ധിപ്പിച്ച ഏക നിയമസഭാ മണ്ഡലം ചാത്തന്നൂരാണ്. മാധ്യമങ്ങളത് വലിയ രീതിയിൽ ചിലവുണ്ടല്ല. 21 തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് വർധനവ് ഉണ്ടായിട്ടുള്ളത് ചാത്തന്നൂരാണ്. അപ്പോൾ ഇപ്പോൾ ജനപ്രതികൾ 2020-ലും 2025-ലെയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 44 ജനപ്രതികൾ BJPക്ക് നിയമസഭാ മണ്ഡലത്തിലുണ്ട്.
ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നല്ലൊരു മുന്നേറ്റം BJP ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ കാലയളവിൽ കലുവാതക്കള ഗ്രാമപഞ്ചായത്ത് BJP ഭരിച്ചു. ഈ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും വലിയ പഞ്ചായത്താണ്. ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. നറുക്കെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷേ വൈസ് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിൽ BJPക്ക് ലഭിക്കുകയും ചെയ്തു. അവിടെ മിക്കയിടത്തും BJP ആണ് മുഖ്യ പ്രതിപക്ഷം. ഇപ്പോൾ പരവൂർ മുനിസിപ്പാലിറ്റി 6 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി. പരവൂർ മുനിസിപ്പാലിറ്റിയിലെ മുഖ്യ പ്രതിപക്ഷം BJP-യാണ്. കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 2016-21 നിയമസഭയ്ക്ക് പോയതുപോലെ ഏക മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയാണ്. 20-25 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ അവർ 3-ാം സ്ഥാനത്തും BJP മുഖ്യ പ്രതിപക്ഷമായിട്ടുമുണ്ട്. അതുകൊണ്ട് BJPക്ക് നല്ല വളക്കൂറുള്ള നല്ല വളർച്ചയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. ഇപ്പൊ നിലവിലുണ്ടായിരുന്ന ഇപ്പൊ UDF-ലോ അല്ലെങ്കിൽ LDF-ലോ ഒക്കെ ഉണ്ടായിരുന്നവർ കൂടി BJP-യിലേക്ക് വന്നതുകൊണ്ടാണല്ലോ വോട്ടിന് ഒരുപാട് പേര് ഇപ്പൊ തന്നെ ചാത്തന്നൂർ നിയമസഭ ഇപ്പോഴത്തെ പുതിയ എന്താണ് ഫോർവേഡ് ബ്ലോക്കിന്റെ ദേവരാജനെ ആദ്യം സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു. ആട് നിങ്ങളെ ചിലര് ദേവരാജനെതിരെ UDF-കാര് പോസ്റ്റ് ഒട്ടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വേറൊരു സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുന്നു. പ്രഖ്യാപിക്കപ്പെട്ടത് മറ്റൊരു സ്ഥാനാർത്ഥി. അപ്പോൾ UDF-ന് തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള അതിനെ സംബന്ധിച്ചൊരു അനിശ്ചിതത്വം. കാര്യം 3-ാം സ്ഥാനത്ത് മാത്രം ഇപ്പോൾ നിൽക്കുന്നവരടുത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഇങ്ങനെയൊന്നുമില്ല. പിന്നെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം BJPയുമായിട്ടാണ് മത്സരം മറ്റുള്ളവരെന്ന രീതിയിലൊരു പ്രതീതിയൊക്കെ വന്നപ്പോൾ ഇടമില്ല എന്ന് കണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ എങ്ങനെ തീരുമാനിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് തന്നെ BJPയുടെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്.